ഹലോ. ഹായ്. അപ്പൊ ഞങ്ങള് അങ്ങനെ ഞങ്ങളുടെ മൂകാംബിക യാത്ര റെയിൽവേ സ്റ്റേഷനിലാണ്. റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ. 3:15 ട്രെയിൻ. അപ്പൊ എത്രയും 3 മണി 3:15 പറയില്ലേ? 3:10 ആയി. ഞങ്ങൾ ലാസ്റ്റ് ടൈമിൽ ഓടിപ്പടഞ്ഞിങ്ങനെ വരാം. മക്കളൊക്കെ അമ്മയുടെ അടുത്താക്കി. അങ്ങനെ ഞങ്ങളുടെ ആദ്യമായിട്ടാണ് മക്കളെ ഇത്രയും ദൂരം വിട്ടു നിൽക്കണേ ഞങ്ങള്. മറ്റേത് വീടിന്റെ അടുത്ത് അമ്മയുടെ അടുത്ത് കൊണ്ടിട്ട് 1-2 ദിവസം നിർത്താറുണ്ട്. ഇത്രയും ദൂരം അല്ലെ ഒരു വിഷമം അല്ലെ മക്കളെ ഇരിക്കുമ്പോ. അപ്പോഴാണ് നമ്മുടെ വേറെ നിർത്തിയില്ലല്ലോ. എന്തായാലും ട്രെയിൻ വരാറായിട്ടാണ് നമ്മള് അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. കൈ കാണിക്കണ്ടല്ലോ. ട്രെയിനിന് കൈ കാണിക്കട്ടോ. ട്രെയിനിന് കൈ കാണിച്ചോ നിർത്താൻ വേണ്ടിട്ട്. ഞാൻ എന്തായാലും ഒരു ബോട്ടിൽ വെള്ളം വാങ്ങണം. വെള്ളം വാങ്ങിച്ചോ. അപ്പൊ നമുക്ക് ബാക്കി ട്രെയിനിന് എടുക്കാം. 3 മണിക്ക് 3 മണിക്കാണ് നമ്മുടെ ട്രെയിൻ എത്തിയത്. 3:05 ട്രെയിൻ. 3:05 3:15 ട്രെയിൻ. അതെ, കേറി ഇതേ ഇപ്പൊ എന്താ പറയാ രാത്രി തലശ്ശേരിയിലെത്തി. അതെ, കുറച്ചു നേരം അങ്ങോട്ട് എന്താ പറയാ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നല്ല രസമുണ്ട്. അപ്പൊ ഇനി ഭക്ഷണം കഴിച്ച് കുറച്ചൊന്ന് കിടന്നുറങ്ങി നിൽക്കുമ്പോഴേക്കും അവിടെ ഏകദേശം ഒരു 1:30 എത്തുന്നതാണ്. അതെ, സാധാരണ ഒരു 6 മണിയുടെ ട്രെയിൻ കിട്ടി കഴിഞ്ഞാൽ കൃത്യമായിരുന്നു നമുക്ക് ടൈം. ഏകദേശം ഒരു കാലത്ത് 6 മണിക്ക് തരുന്നുണ്ട്. അപ്പൊ 6:30 നമുക്ക് 9 മണിക്ക് റൂം കിട്ടും. ഇതിപ്പോ നമ്മൾ 1:30 എത്തി കഴിഞ്ഞാൽ 9 മണി വരെ അവിടെ 1 മണിക്കൂർ അവിടുന്ന് ഉണ്ട് അമ്പലത്തിന്റെ അടുത്തേക്ക്. അപ്പൊ നമ്മള് വേറെ വണ്ടി വിളിച്ച് പോകണം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ബസ്സിൽ. പക്ഷെ രാവിലെ ഉണ്ട്. അപ്പൊ എന്താ പറയാ വന്നത്. അപ്പൊ ഇനി നമുക്ക് ബാക്കി അവിടെ പോയിട്ടുള്ള വിശേഷങ്ങള്. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാൻ പോകും. അതിന്റെ ഇടയ്ക്ക് ചേച്ചിമാര് കൊടുന്ന ഉണ്ണിയപ്പം, കടല, പിന്നെ എന്തൊക്കെ ചക്ക, പിന്നെ പേരയ്ക്ക, അതെല്ലാവരും ഓരോരുത്തരും കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം വാങ്ങി കഴിച്ചിട്ടിരിക്കട്ടെ. എല്ലാം കഴിഞ്ഞിട്ട് കൈ തുടക്കാനുള്ള ടിഷ്യൂ മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ഇല്ല, ഞാൻ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് ഫുഡ് കഴിച്ചിട്ട് എടുത്ത് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വരണ വഴിക്കുള്ള ട്രെയിനില് ഇതുപോലെ വണ്ടി നിർത്തില്ലാണ്ട് കയ്യൊക്കെ കാണിച്ചു നോക്കി. കൈ കാണിച്ചാൽ ട്രെയിൻ നിർത്തില്ല അല്ലെ? വണ്ടി കാണിച്ചാൽ ട്രെയിൻ നിർത്തില്ല. ഇത് കൊച്ചു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ശരിക്കും പേര് കൊച്ചുവിന്റെ മാമന്റെ മനസ്സിലായല്ലോ. അതെ അതെ. അപ്പൊ കൊച്ചു പിന്നെ എന്താ ഞങ്ങളുടെ ഡാൻസില് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. എന്താ കഴിഞ്ഞിരിക്കുകയാണ്. അതെ, അപ്പൊ ഞങ്ങള് എല്ലാവരും കൂടി ചേച്ചിമാരും കൂടി ഒരു അടിച്ചുപൊളി ടീമിന്റെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് കൂടിയാണ്. അതെ അതെ അതെ. ഞങ്ങൾക്കൊക്കെ ഒത്തിരി എന്തെങ്കിലും ഒരു കാലിന് പണി അല്ല, എന്റെ മുട്ടുവേദന ശരിയാക്കി തന്ന ആളാണ് കേട്ടോ. അതെ അതെ. അങ്ങനെ ഭക്ഷണം കഴിച്ചാ? ഓക്കെ, അപ്പൊ നമ്മളിനി കഴിക്കാൻ പോവാ അല്ലേ? വാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്ന് വിളിച്ചു പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈതിരയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി പാട്ടും കളിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അടിച്ചു പൊളിച്ചു. ഞങ്ങൾ 3 ടീമുണ്ട് കേട്ടോ തിരുവാതിര കളിക്കാൻ. ഞങ്ങൾക്ക് 1 മണിക്കൂറാണ് അവിടെ ടൈം കിട്ടിയിരിക്കുന്നത് ഡാൻസ് കളിക്കാൻ. അപ്പോൾ 3 തിരുവാതിര കളിയും ഒരു കുച്ചിപ്പുടി ഡാൻസും ആണ് ഉള്ളത്. ഞങ്ങളൊരു 50 പേരിൽ കൂടുതൽ ആൾക്കാരുണ്ട് കേട്ടോ, ഫാമിലി അടക്കം പോകാൻ. അപ്പോൾ അതിൽ കുറച്ച് പേര് കാറിലും കുറച്ച് പേര് ട്രാവലറിലൊക്കെ ആയിട്ട് വന്നു. ഞങ്ങൾ കുറച്ച് 10-25 പേര് ട്രെയിനിലാണ് പോകുന്നത്. പുലർച്ചെ 2:25 ആയിട്ടോ. ഞങ്ങൾ ഇവിടെ ബൈന്ദൂർ സ്റ്റേഷൻ, മൂകാംബിക റോഡ് ബൈന്ദൂർ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഇവിടെ ട്രെയിൻ ഇറങ്ങി ഒരു 1:45 അല്ലേ? 1:45 നമ്മൾ ഇറങ്ങിട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടുന്ന് ഇപ്പോൾ മൂകാംബികയ്ക്കും 6 മണിക്ക് ബസ് എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ. പിന്നെ ഇവിടെ റെസ്റ്റ് റൂമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ AC റൂമുണ്ട്, അല്ലാത്തതുണ്ട്. അപ്പോൾ അതവിടെ ഇറങ്ങിയിട്ട് ഫ്രഷ് ആയിട്ട് പോകാം. റൂമിൽ 50 രൂപ കണ്ടാണ് ചാർജ് 1 മണിക്കൂറിന്. അപ്പോൾ അവിടെ റൂം ഞങ്ങൾ റെസ്റ്റ് റൂമിൽ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാച്ചിട്ടാണ്. ഇങ്ങനെ എന്താ പറയാ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ. അവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രഷ് ആവാന്ന് വിചാരിച്ചിട്ടാണ് നിക്കണത്. റൂം ഞങ്ങൾക്ക് 9 മണിക്ക് കിട്ടും. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഈ വണ്ടി വിളിച്ചിട്ട് 6 മണിക്ക് ഇവിടുന്ന് ബസ് ഉണ്ട്. ഇത്ര 3/4 മണിക്കൂറുണ്ട് അല്ലെ ഇവിടുന്ന് അമ്പലത്തിന്റെ അടുത്തേക്ക്. അപ്പൊ 6 മണിക്ക് ബസ് ഉണ്ട്. അപ്പൊ 6 മണി വരെ ഇരിക്കണ്ട. അല്ലാണ്ട് എന്താ പറയാ
അല്ല അപ്പൊ അവിടെ ഈ സമയത്ത് ഒമി വിളിച്ച് പോയിട്ടും കാര്യമില്ല. അവിടെ ബുക്ക് റൂം 9 മണിക്കല്ലേ അവിടെ പോയിട്ട് വെറുതെ കാര്യമില്ല. അപ്പൊ അതിന് ഇവിടെ ഇരിക്കാനാണ് ഒന്നിനെ ട്രെയിൻ പോയി 4 ആൾക്കാരെ കാണാം. ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ വരില്ലല്ലോ, കുഴപ്പമില്ല. അതുവരെ നമുക്ക് ഇവിടെ കറങ്ങിക്കൊണ്ട് നടക്കാം. ബസ്സും കാറും കണ്ടിരിക്കാലോ എന്ന് പറയുന്ന പോലെ ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ നമ്മുടെ കൂടെ വന്ന ഒരു ടീം ഒരു 6 പേര് അവര് ഓൾറെഡി അവർക്ക് ഇന്ന് തുടങ്ങി, അതായത് ഇന്നലെ തൊട്ട് അവർക്ക് റൂം എടുത്തിട്ടുണ്ട്. അപ്പൊ അവര് വണ്ടി വിളിച്ച് പോയിട്ടാ. അപ്പൊ പിന്നെ അവർക്ക് നേരെ പോയി ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അവർക്ക് ഒന്ന് ഉറങ്ങി നന്നായി ഉറങ്ങിയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കാം. അപ്പോ ഞങ്ങൾ എന്തായാലും ഇതിവിടെ ബെഞ്ചിലൊക്കെ കുറച്ചു നേരം ഇരുന്ന് കിടന്ന് പിന്നെ അവിടെ റെസ്റ്റ് റൂം ഉണ്ട്, അതിലേക്ക് കയറിയിട്ട് പിന്നെ ഫ്രഷ് വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട്. ഭയങ്കര മേല് വേദന, കഴുത്തൊക്കെ ഭയങ്കര വേദന. ഞങ്ങളൊരു കാപ്പിയൊക്കെ കുടിച്ചു. ഇതോടെ കാപ്പി കട ഉണ്ടായിരുന്നു കേട്ടാ. പക്ഷെ ഇനിയിപ്പോ കാപ്പി എന്താ പറയാ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ അടച്ചു. ഇനി അടുത്ത ട്രെയിൻ 4 മണിക്ക് അത്ര, അപ്പൊ അപ്പോഴേ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ, കുറച്ചു നേരം പോയിട്ട് ഇരിക്കാം അല്ലേ? അതല്ലേ, താങ്ക് യു. അതെല്ലേ, താങ്ക് യു. അപ്പൊ നമ്മളോട് സംസാരിച്ചത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. നമ്മൾ കുറെ നേരമായിട്ട് നോക്കുന്നുണ്ടോ ടാക്സി ഡ്രൈവർമാർ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി വണ്ടി വിളിക്കാനാന്ന് വെച്ചിട്ടാണ്. നോക്കുമ്പോ അതല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. നമുക്ക് ഞങ്ങൾ മുന്നേ പറഞ്ഞല്ലോ, ഞങ്ങള് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കർണാടകയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ്. അപ്പം ഇവിടെ വന്ന ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പക്ഷേ ടാക്സി ഡ്രൈവർമാരാണ് അവരെല്ലാവരും നമ്മൾ അറിയുന്ന പറഞ്ഞത്. അത് നമ്മൾ വിളിച്ച് സംസാരിക്കുന്നു. മലയാളത്തിൽ നിങ്ങൾ എന്താ പേര് ഇതൊക്കെ ചോദിച്ചിട്ട് വന്നോളൂ. അത് കാരണം കൊണ്ട് നമുക്ക് അവര് വീഡിയോ കാണണമെന്നൊക്കെ നമുക്ക് മനസ്സിലായത്. കന്നഡയിൽ പറയുകയാണെങ്കിൽ നമുക്ക് അറിയില്ല. വളരെ സന്തോഷമുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഞങ്ങൾ മുന്നേ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾക്ക് കർണാടകയിലാണ്. അത് നമ്മുടെ കേരളത്തേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഉണ്ട് തോന്നുന്നു കർണാടകയിൽ. അപ്പൊ ഇവിടെ വന്ന വഴിക്ക് തന്നെ അവർ സംസാരിച്ചു, ഭയങ്കര സന്തോഷമുണ്ട്. കന്നഡക്കാരാണ്, അപ്പൊ അവരെല്ലാവരും കാണാറുണ്ട് പറയണത്. അവിടെ 8-10 ചേട്ടന്മാരുണ്ട് ഡ്രൈവർമാർ. അപ്പൊ അവരെല്ലാം കൂടി വന്ന് സംസാരിച്ചാൽ നമ്മളോട്. അപ്പൊ ഞങ്ങളിപ്പോ അല്ലേ നമ്മള് മൂകാംബിക ക്ഷേത്രത്തിന്റെ മുന്നിലാണ് കേട്ടോ. ചുറ്റും അതിലാണ് ഇതിന്റെ ഉള്ളിലേക്ക് കിടന്നത്. ഞങ്ങൾ തൊഴുതിറങ്ങി പ്രസാദമൊക്കെ വാങ്ങിച്ചു, തൊഴുതിറങ്ങി. പിന്നെ കുട്ടികൾക്ക് കുറച്ച് എന്താ പറയാ, ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ എന്താ പറയാ, എന്തെങ്കിലും പറയാം എന്താ ഞങ്ങൾക്ക് വാങ്ങിച്ചെന്ന് പറയുമല്ലോ. അപ്പൊ ഞങ്ങള് അവർക്ക് വേണ്ടി 1-2 സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പൊ ഇന്നലെ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ തന്നെയായിരുന്നു. 1:30 എത്തി. എന്നിട്ട് ഞങ്ങള് അവിടെ ഒരു 50 രൂപ കേട്ടോ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ AC റൂം. അപ്പൊ നമുക്ക് ഫ്രഷ് ആവാള് 1 മണിക്കൂറിന് 50 രൂപയാണ് ഫ്രഷ് ആവാം. അപ്പൊ AC റൂമാണ്. ഞങ്ങൾ അവിടെ നിന്നൊക്കെ കുളിച്ച് ഫ്രഷ് ആയി. എന്നിട്ട് ഇവിടെ അതല്ല 2:30 വരെ ഇരുന്നു. 2:30 3:30 വരെ ഇരുന്നിട്ട് 3:45 ഞങ്ങൾ കയറിയത് കേട്ടോ. ഫ്രഷ് ആവാൻ കുറേശ്ശെ ഒരു 4 പേര് വെച്ചിട്ടാണ് കയറിയിട്ട് ഫ്രഷ് ആയിട്ട് വന്നത്. ആകെ 2 ബാത്റൂമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് ഞങ്ങൾ ഡ്രസ്സ് മാറി വരുമ്പോൾ 4:45 ഇത് വീണ്ടും അവിടെ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തന്നെയായിരുന്നു. 9 മണിക്കാണ്. പിന്നെ മാത്രമല്ല അവിടെ നിന്ന് ബസ് ഉള്ളത് 6:15. അപ്പോൾ അതുവരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ 6:15 അവിടുന്ന് ബസ് 6:15 ബസ്സിന് ഇങ്ങോട്ട് വന്ന് പിന്നെ റൂമിൽ പോയി കുറച്ച് നേരം ഒരു 10 മിനിറ്റ് കിടന്നു. എന്നിട്ട് പിന്നെ ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങനെ അമ്പലത്തിലേക്ക് തൊഴാൻ ഭക്ഷണം കഴിച്ചു കേട്ടോ. ഞങ്ങൾ ഭയങ്കര വിശപ്പായി, കാരണം രാത്രി ഉറങ്ങാത്തതിൻ്റെ ക്ഷീണവും ഉണ്ട്. പിന്നെ ആകെ ഒരു ഛർദ്ദിക്കാൻ പറ്റുന്ന മാതിരിയൊക്കെ. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അങ്ങനെ പോയി തൊഴുത് കുറേ നേരം ഞങ്ങൾ തൊഴുത്. കുറച്ച് നല്ല വലിയ തിരക്കില്ല, എന്നാലും കുറച്ച് ചെറിയ തിരക്കുണ്ടായിരുന്നു അല്ലേ. പെട്ടെന്ന് തൊഴാൻ പറ്റി ഞങ്ങൾക്ക്. ഇനിയിപ്പോ ഞങ്ങൾക്ക് സൗപർണികയിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷെ നല്ല വെയിലുണ്ട്. ഇപ്പൊ പോയി കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് ഡാൻസ് ഉണ്ടല്ലോ. അതെ, ആകെ ക്ഷീണാവും. പിന്നെ എനിക്ക് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങണം എന്നുണ്ട്. അപ്പോ എന്താ പറയാ, അപ്പൊ വേഗം ഒന്ന് റൂമിൽ പോയിട്ട് ഒന്ന് കിടക്കണം എന്ന് വിചാരിച്ചു. അതെ, അപ്പൊ ഇനി ഉറങ്ങിയതിന് ശേഷം പിന്നെ ഇത്തിരി ഭക്ഷണം കഴിക്കാൻ നിൽക്കണമല്ലോ. കാരണം ഇപ്പൊ ഉറക്കണം അത്യാവശ്യം വേണ്ടൊരു സംഭവം. അത്ര ക്ഷീണമായിട്ടോ. ഇന്നിപ്പോ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ഒരു സന്തോഷം ഉണ്ടായ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വരുമ്പോ തന്നെ ആശയ്ക്ക് പ്രതീക്ഷിച്ചിട്ടാണില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളോട്, വാ നിനക്ക് ഒരു സൂത്രം കാണിച്ചാൽ എനിക്കറിയായിരുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ്, റെയിൽവേ സ്റ്റേഷനിൽ മറ്റേ ഈ ടാക്സി ഡ്രൈവർമാര് വന്നിട്ട് ഞങ്ങൾ ചോദിച്ചു ഞങ്ങളുടെ വണ്ടിയുടെ കാര്യത്തിൽ അതല്ല, അവരൊക്കെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സാണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതില് അറിയില്ല. അപ്പൊ അതിൽ അവരുടെ കൂട്ടത്തിൽ ഒരു മലയാളം അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ ആളാണ് പിന്നീട് വിളിച്ചത്. ഞങ്ങള്
ഇവര് ഞങ്ങളെ വണ്ടിയുടെ കാര്യത്തിൽ വിളിക്കാൻ ഞങ്ങൾ പതുക്കെ ഒഴിഞ്ഞു മാറിയിരുന്നു. അപ്പൊ ആളാണ് വന്നിട്ട് പറഞ്ഞത് ഇവരെല്ലാം വീഡിയോ കാണാറുണ്ട്, ഞങ്ങള് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് പറയാം. അപ്പൊ അത് ഒരുപാട് ഡ്രൈവർമാരുടെ ഉണ്ടോ, ഭയങ്കര സന്തോഷം. അതും കഴിഞ്ഞിട്ട് ഞങ്ങള് ഇവിടെ അമ്പലത്തിലേക്ക് വന്നപ്പോ പിന്നെ എന്ന് പറയുമ്പോ ഞങ്ങള് തൃശ്ശൂര് ടൗണിൽ കൂടെ നടക്കണ പോലെയാണ് ഇവിടെ നടന്നിരുന്നത്. കാരണം വെച്ചാൽ ഫുള്ള് കന്നഡക്കാര്, ഒരുപാട് കന്നഡക്കാര് ഞങ്ങളെ വന്ന് പരിചയപ്പെട്ടു, സെൽഫി എടുത്തു. ഭയങ്കര സന്തോഷം. എന്താ പറയാ, ഭാഷ മനസ്സിലാവാത്ത കാരണം കൊണ്ട് അവർക്ക് കുറെ സംസാരിക്കുന്നില്ല, പക്ഷെ പറ്റില്ല. അവരോട് കുറെ സംസാരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത് ഓക്കെ താങ്ക് യു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എല്ലാം കഴിഞ്ഞില്ല ഓക്കെ താങ്ക് യു പറയും. കുറച്ചൊക്കെ ഇങ്ങനെ മനസ്സിലാവുമെങ്കിൽ കൂടി നമുക്ക് തിരിച്ച് അങ്ങനെ അത്രയധികം ഇംഗ്ലീഷ് പറയാനുള്ളൊരു ഓഫീസറോട് നമ്മൾ സംസാരിച്ചല്ലോ. റെയിൽവേ സ്റ്റേഷൻ തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. വലിയൊരു ഓഫീസറാണ്. അപ്പൊ ഇവിടുത്തെ ഉദ്യോഗസ്ഥനാണ് ആള്. റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ഫോട്ടോ സെൽഫി എടുക്കട്ടെ ചോദിച്ചു. അത്ര വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പൊ ഭയങ്കര സ്നേഹമാണ് അവർക്ക്. ഞാൻ പല വീഡിയോ ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കർണാടക. അത് ഞങ്ങള് ഇവിടെ വന്നപ്പോഴാണ് എനിക്കറിയായിരുന്നു. ഞാൻ അവരോട് പറയുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ നെഗറ്റീവ് കമന്റ്, നമ്മുടെ മലയാളത്തിലുള്ള നെഗറ്റീവ് കമന്റുകൾ കാണുമ്പോൾ ആർഷയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടാവില്ല, എനിക്കുണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പറയും ഫേസ്ബുക്ക് നോക്കണ്ട, യൂട്യൂബും ഇൻസ്റ്റയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മുടെ കേരളത്തിന് പുറത്തുനിന്ന് എന്ന് പറയുമ്പോൾ ആന്ധ്ര, കർണാടക, തമിഴ്നാട്, അവിടെ നിന്ന് കമൻസ് അതിൽ ഏറ്റവും കൂടുതൽ കമൻസ് വരുന്നത് നമുക്ക്. അതും കമൻസ് പറയുമ്പോൾ വെറുതെ അവർ ലൈക്ക് ചെയ്ത് പോവുക, ചെറുതായിട്ട് സ്മൈൽ ഇട്ട് പോകല്ല, അത്രയും ഭയങ്കര കമൻസ് ആയിരിക്കും. അപ്പോൾ അത്രയും ആളുകൾക്ക് നമ്മളോട് ഇഷ്ടം കർണാടകയിൽ. അത് ഞങ്ങൾ ഇവിടെ വന്ന് അറിഞ്ഞു. എനിക്കറിയാം, ഞങ്ങളോട് പറഞ്ഞിരുന്നു നീ കർണാടകയ്ക്ക് കിടക്കട്ടെ, എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ എത്തി ഒരുപാട് പേര് സെൽഫി എടുത്ത് പോയി. ഭയങ്കര സന്തോഷം. ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു ആള്. വന്നിട്ടൊക്കെ സെൽഫി എടുത്ത് പോയി. ഭയങ്കര സന്തോഷം. കാരണം ഒരു ഹെഡ് വെയിറ്റും ഇല്ല അവർക്ക്, നമ്മളോട് ഭയങ്കര റെസ്പെക്ട് അവർ കാണിക്കുന്നത്. ഭയങ്കര സന്തോഷം. എല്ലാവരും പിന്നെ കുറെ പേർക്കൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അവർക്ക് അറിയില്ല നമ്മള് മലയാളികളാണ്, ഒന്നും സംസാരിക്കാൻ പറ്റില്ല. കന്നഡ, തമിഴ് ആണെങ്കിൽ മനസ്സിലറിയാം, പക്ഷെ കന്നഡ ഒരു രക്ഷയില്ല. അപ്പൊ ഒന്നും മനസ്സിലാവില്ല. ഏതായാലും ഈ പറഞ്ഞ പോലെ വീഡിയോ, യൂട്യൂബ് എന്നൊക്കെ പറയും. അപ്പൊ ഞങ്ങള് ഓക്കെ താങ്ക് യു എന്ന് പറയും. അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് വാക്കുകളൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചു പറഞ്ഞു അവരോട്. നമുക്കൊന്ന് കുറെ സംസാരിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി എന്തായാലും. ഞങ്ങൾ ഭയങ്കര പിന്നെ ഒരുപാട് മലയാളികളുണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട് മലയാളികളുണ്ട് ഇവിടെ. ഈ പറഞ്ഞ പോലെ കർണാടകക്കാർ കഴിഞ്ഞ പിന്നെ അധികം മലയാളികളാണ്. കുറെ പേര് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആദ്യം ഞങ്ങൾ ഒരു ഹോട്ടലിൽ പോയി. ആ ഹോട്ടലിൽ പോയപ്പോ തന്നെ അവിടുത്തെ സപ്ലയർമാര് 2-3 പേര് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ ഓണർ വന്നിട്ട് പതുക്കെ വന്നിട്ട് ഞങ്ങളുടെ ഒരു 2-3 പേര് വന്നിട്ട് സംസാരിച്ചു, നിങ്ങൾ യൂട്യൂബേഴ്സ് അല്ലേ ചോദിച്ചിട്ടോ. അത് ഭയങ്കര സന്തോഷം. അവർക്ക് ഭയങ്കര ഒരു സ്നേഹം ഞങ്ങളോട്. ആ ഹോട്ടലിന്റെ ഒക്കെ കന്നഡക്കാരാ. അപ്പൊ അവർക്ക് ഭാഷ തരില്ല, പക്ഷെ അങ്ങനെ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഓക്കെ താങ്ക് യു തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും. എനിക്കറിയായിരുന്നു. കാരണം എന്താ അറിയോ, നമ്മള് വീഡിയോന്റെ അനലിറ്റിക്സ് നോക്കുമ്പോൾ എനിക്കറിയാം. കാരണം ഏത് ഭാഗത്തുനിന്നൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. കർണാടകയിൽ നിന്ന് ഇവിടെ പിന്നെയും കുറവാണ്. കർണാടകയിൽ നിന്ന് ബാംഗ്ലൂരാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ്. പിന്നെ രണ്ടാമത് വരുന്നത് തമിഴ്നാട്, ചെന്നൈ. മൂന്നാമത് നമ്മുടെ കേരളത്തിൽ നിന്ന് എവിടെ, കൊച്ചി. അങ്ങനെയാണ് ഞങ്ങളുടെ വ്യൂസ് അധികം പോണത്. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ വരുന്നത് കർണാടക, ബാംഗ്ലൂരാണ്. അത് ബാംഗ്ലൂർക്ക് പോയാൽ കൂടുതൽ സോഴ്സ് ഉണ്ടാവും നമുക്ക്, കൂടുതൽ ആൾക്കാർ അറിയും. പക്ഷെ ഇവിടെ തന്നെ ഒരുപാട് പേര് നല്ല സന്തോഷം കേട്ടോ. പിന്നെ അവരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നമ്മളോട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അത്രയും നമ്മളെന്തെങ്കിലും സംഭവം പോലെയാണ്. ഞങ്ങൾക്ക് അതിശയമാണത്. നമ്മൾ സാധാരണ ഒരു ചാനൽ നമ്മുടെ അതൊരു ഇത്രയും ഇഷ്ടപ്പെടുന്ന പറയുമ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ മലയാളികൾ ഇടുന്ന കമന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കെന്ത് വിഷമമാണ്. കാരണം അത്രയ്ക്കും ചിലരൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ വിഷമിപ്പിക്കും. പക്ഷെ അത് കാണുമ്പോൾ നമ്മളോട് പറയണ്ട, അത് നോക്കണ്ട. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഇതറിയാവുന്നുണ്ട്. മനസ്സിലായി. അത്രയും ഇഷ്ടമാണ് നമ്മളെ അത്രയും അവരെന്താ പറയാ, അങ്ങനെ എന്തായാലും സന്തോഷമായി ഞങ്ങൾക്ക്. എന്താ പറയാ, ദേവിനെ കണ്ടു, തൊഴുതു, നന്നായി തൊഴാൻ പറ്റി. ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പൊ ഇനി നേരെ വൈകുന്നേരം ഡാൻസ് ഉണ്ട്. അതെ, വലിയൊരു ഭാഗ്യമാണ് ഇവിടെ കളിക്കാൻ പറ്റിയത്. സിന്തേച്ചിയാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ ഉള്ള സിന്തേച്ചിയാണ് ഇവിടെ വന്ന് ബുക്ക് ചെയ്തതും ഒക്കെ. അപ്പോൾ അവര് എല്ലാവരും കുറച്ച് പേരൊക്കെ ഉള്ളിലുണ്ട്, അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ട്. കുറച്ച് പേര് വരുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്തായാലും തൊഴുത് ഇനിയിപ്പോൾ റൂമിലേക്ക് പോവാം അല്ലേ. എത്ര കുരങ്ങന്മാര് അത് നോക്കിയൊക്കെ. ഒരു നാളികേരത്തിന്റെ ഇതാ തോന്നുന്നുണ്ട്. അതിന്റെ മടിയിലൊരു കുഞ്ഞു കുട്ടിയുണ്ട് കേട്ടോ. കണ്ടോ അവിടെ വന്നിരിക്കുന്നത്. വെള്ളം കുറവല്ലേ, നല്ല രസമുണ്ട്. അതിന് നാളികേരത്തിന്റെ കൊത്തില്ലേ, അതാണെന്ന് എനിക്ക് തോന്നുന്നു. അതന്നെ നാളികേരത്തിന്റെ ഒരു കഷ്ണം. കുഞ്ഞു കുട്ടിട്ടാ. അയ്യോ, അതിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അതിന്റെ കുട്ടി നോക്കി നോക്ക്. അത് നോക്കുട്ടി
അവിടെ ഇരിക്കണ കേട്ടോ കുരങ്ങിരിക്കണോ അതിന്റെ മടിയിൽ നോക്കിയൊക്കെ കുട്ടിയുടെ തല കണ്ടോ കുഞ്ഞു തല ഭയങ്കര രസം തന്നെയല്ലേ അവരൊക്കെ ഇങ്ങനെ കാണാന് അതിന്റെ ആ കളികളും ഒക്കെ കാണാനേ കുരങ്ങന്മാരുടെ ഇതൊക്കെ കാണാൻ നല്ല രസം തന്നെയാണ് പറയാ ഇരിക്കുന്നത് നോക്ക് ശരിക്കും നീ ലിപ്സ്റ്റിക് ഇട്ട പോലെ ഉണ്ട് എവിടെ പാറപ്പത്തിരിക്കണല്ലേ അങ്ങനെ തിരിഞ്ഞു നോക്കിയോ നീ ലിപ്സ്റ്റിക് ഇട്ട പോലെ ഉണ്ട് അയ്യടാ അതിന്റെ കയ്യിലുണ്ട് കേട്ടോ കുട്ടികള് കുട്ടി നോക്കിയൊക്കെ കുഞ്ഞു കുട്ടി ഒന്ന് താലോലിക്കാൻ തോന്നുന്നു ചെറുതിനെ ഉച്ചയ്ക്ക് ഒന്ന് മയങ്ങിയിട്ട് ഒന്ന് ഉറങ്ങി ഒന്ന് ക്ഷീണം മാറ്റി ഇപ്പം 3 മണി ഉണ്ടാവും ഞങ്ങളിപ്പോ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു ഇപ്പൊ സൗപർണികയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ചിലരൊക്കെ ഇവിടെ കുളിച്ചിട്ടാണ് അവിടെ അമ്പലത്തിൽ കയറാന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് അത് കാലത്ത് തന്നെ വണ്ടി കിട്ടില്ല ഞങ്ങൾ 3 മണിക്കൂറോളം കാത്തുനിന്ന് വണ്ടി പക്ഷെ വണ്ടികളൊന്നും കിട്ടില്ല ഒക്കെ ഓട്ടത്തിലായിരുന്നു അപ്പൊ ഞങ്ങള് അവിടെ തൊഴുത് ഇപ്പൊ വന്നു നല്ല രസമുണ്ടല്ലേ കാടും കുരങ്ങന്മാരും ഇവിടെ ചൂടിന് കുറവൊന്നുമില്ല ചേട്ടാ നല്ല ചൂടുണ്ട് അല്ലേ ഇവിടെ വെയിലും അങ്ങോട്ട് നടക്കാൻ അമ്പലത്തിന്റെ അവിടുന്ന് എന്താ ഗസ്റ്റ് ഹൗസിലേക്ക് നടക്കാൻ കുറച്ച് ദൂരമുണ്ട് ഓട്ടോ എടുത്തിട്ട് തന്നെ അങ്ങോട്ട് വെയിൽ കാരണം നടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നടക്കുമായിരുന്നു അല്ലേ ചേട്ടാ ഞങ്ങള് കാലത്ത് ഭക്ഷണം കഴിച്ച ഹോട്ടലിൽ കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കും അവിടെ തന്നെ കഴിച്ചു വീണ്ടും ഒരു സന്തോഷം കാരണം അവരെല്ലാവരും പറഞ്ഞതുകൊണ്ട് നമ്മളെ കുറിച്ചിട്ട് അപ്പൊ നമ്മൾ വന്നിട്ടുള്ളതായിട്ട് അപ്പൊ ഇപ്പൊ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോ അവരെല്ലാ സ്റ്റാഫുകളും വന്ന് എല്ലാവരും സെൽഫി എടുത്ത് പോയി സന്തോഷം വളരെയധികം സന്തോഷമുണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ സംസാരിച്ചു ഭാഷയിലും കുറച്ചൊക്കെ തട്ടിമുട്ടി എല്ലാവരും വന്ന് സെൽഫി എടുത്തു എല്ലാവരും എല്ലാ സ്റ്റാഫുകളും ഒന്ന് സെൽഫി എടുത്തു ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ കാടിന്റെ ഒരു ഇതല്ലേ കുളിക്കാൻ തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ വെള്ളം കാണുമ്പോ പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു ഇതിലല്ല വന്നിരിക്കണത് അപ്പൊ പിന്നെ ഡ്രസ്സ് മാറാനൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ലൊരു ഇതാ ഞങ്ങൾക്ക് 6 മണിക്കാണ് ഞങ്ങളുടെ പ്രോഗ്രാം അപ്പോ 6 മണിയാകുമ്പോഴേക്കും സ്റ്റേജിന്റെ അവിടെ എത്തിയാൽ മതി പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഈ മലയൊക്കെ അത് കുടജാദ്രി അല്ലേ കുടജാദ്രിക്ക് പോണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങള് റിട്ടേൺ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു അപ്പൊ പിന്നെ നാളെ രാവിലെ മക്കളെയും കൊണ്ടല്ലേ വന്നിരിക്കുന്നത് അപ്പൊ ഒരു സുഖമില്ല പോകുമ്പോ പിന്നെ കുഴപ്പമില്ല പക്ഷെ നമ്മള് പുറമെ കറങ്ങാൻ പോകുമ്പോ കുട്ടികളില്ലെങ്കിൽ ഒരു സുഖമില്ല അതെ അപ്പൊ പിന്നെ ഇനിയിപ്പോ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു ദിവസം നോക്കിയിട്ട് അമ്മേനെയും ഒക്കെ കൊണ്ടുവരണം ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ഏകദേശം കുറച്ചൊക്കെ ഐഡിയ കിട്ടി ഐഡിയ കിട്ടാനൊന്നുമില്ല ഇവിടെ ഫുള്ള് നമ്മുടെ ആൾക്കാരെ പോകും നമുക്ക് ഭാഷ അറിയില്ലെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാത്തിനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരെ ചോദിക്കുന്നുണ്ട് എന്താണ് അങ്ങനെ അവരുടേതായ ഭാഷയിൽ പറയണു എനി ഹെൽപ്പ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതിപ്പോ നമ്മുടെ കുളിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ എവിടെ തിരുവനന്തപുരം ആറ്റിങ്ങലുള്ളവര് ഇവിടെ ഒരു വെള്ളത്തില് കുളിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് പറയണത് അപ്പൊ അവരൊക്കെ കണ്ടു ഒരുപാട് സന്തോഷം ഉണ്ടാവും എന്തത് അല്ല ഇങ്ങനെ കയ്യും നനച്ചതാ ഇങ്ങനെ ഇങ്ങനെ കോരണ്ട് അങ്ങനെയാ അത് കുളിക്കാൻ വേണ്ടിയുള്ള ചെയ്യണതാ നിങ്ങളുടെ തലയിൽ ഇങ്ങനെ അക്കത്തില്ല ചെറിയ ചെറിയ മീനുകളെ നോക്കിയൊക്കെ മീനുകളുണ്ടല്ലേ ഇവിടെ കരയൻകുട്ടികൾ ഇഷ്ടമാണ് ഒരുപാടെണ്ണുണ്ടല്ലേ അവര് ഉദ്രവിക്കുന്ന ഒന്നുമില്ല കേട്ടോ ആരെയും നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും തിന്നാൻ എന്തെങ്കിലും കാണണമെന്ന് വെച്ച് കഴിഞ്ഞാലേ വരും ചിലപ്പോ അടുത്തേക്ക് അതാണ് ഫാമിലി കുട്ടികളും മക്കളായിട്ടാ എല്ലാവരും അതെ അതെ ശരിക്കും വെള്ളം കാണുമ്പോ ചൂടുള്ള ആരും കൊണ്ടേ വെള്ളത്തിൽ അങ്ങോട്ട് കിടക്കാൻ തോന്നുന്നുണ്ട് കൊറേ ആൾക്കാരുണ്ട് അല്ലേ കൊറേ ആൾക്കാരുണ്ട് നല്ല കട എനിക്ക് ഇങ്ങനെ ഈ കാട്ടുപ്രദേശങ്ങൾ ഭയങ്കര ഇഷ്ടാ കാടിന്റെ ഉള്ളിൽ പോയി താമസിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മരത്തിന്റെ മുകളിൽ ഈ മറ്റേ ഏറുമാടം ഇല്ലേ അതല്ലേ മരത്തിന്റെ ഉള്ളിലേ മരത്തിന്റെ മുകളില് ഏറുമാടം താമസിക്കാൻ നീ ഇവിടെ ഏറുമാടം കെട്ടി താമസിച്ചോ ഞങ്ങൾ പോട്ടെ നീ ഡാൻസിങ് കഴിഞ്ഞിട്ട് വന്നോ ഒരു രസം ഒരു സുഖം അല്ലേ അതൊക്കെ നല്ലൊരു ഇതല്ലേ പക്ഷെ തേരട്ട വരാൻ പാടില്ല നിനക്ക് എല്ലാം സൗകര്യം വേണം ഇവിടെ എ സി റൂമൊക്കെ പണിത് തരാൻ ഈ കല്ലിന്റെ ഇടയിലൊക്കെ അവിടെ പാറയുടെ ഒരു എടുക്ക് നോക്ക് ഗുഹ പോലെ അവിടെ ഒരു ഗുഹ പോലെ ഉണ്ടല്ലേ അതെ നമ്മുടെ ഇവിടെ ആറ്റിങ്ങൽ എന്നുള്ള ഫാമിലി ഉണ്ട് പറഞ്ഞില്ലേ അവരിവിടെ കണ്ടിട്ട് ശരിക്കും നമുക്ക് തലയ്ക്ക് സുഖമില്ലാന്ന് വിചാരിച്ചു ആദ്യം ഇപ്പൊ നേരിട്ട് മനസ്സിലായിരുന്നു
അഭിനയിക്കാണോ അത് ശരിക്കും അഭിനയിക്കാണോ ശരിക്കും തനിക്ക് സുഖമില്ലെന്ന് ഇല്ലാത്ത പെണ്ണാണോ ഈ ചേട്ടൻ ഇങ്ങനെ തന്നെയാണോ ഒന്നിനാണ് കിട്ടിയെന്നൊക്കെ വിചാരിച്ചോന്ന്. ഡാൻസ് ഒക്കെ കളിക്കാൻ നന്നായിട്ടുണ്ട്. വഴിക്ക് വേണ്ട അവിടെ ഡാൻസ് ഒന്നാവുന്നത്. ഞാൻ അങ്ങനെ ഒരു പോസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ഒന്ന് ഫോട്ടോ എടുത്തേനെ കേട്ടോ. നന്നായിരിക്കും എനിക്കറിയില്ല. ബാക്കിലത്തെ പാറല്ലേ അതിന്റെ മുകളിൽ കൊണ്ട് ശിവനാമം കളിക്കാൻ പറ്റും. മര്യാദക്ക് സാധാരണ നിലത്ത് നിന്ന് കളിക്കണത് എന്തോ പറഞ്ഞ മതി. ഇഷ്ടം കൊണ്ട് കളിക്കണമെന്നേ ഉള്ളൂ. ഇതിന്റെ മേലെയും കൂടെ കയറി കളിക്കണം. ഞാൻ അതിന്റെ മുകളിൽ കാണാൻ തന്നെ പറ്റില്ല കളിക്കണത്. നമ്മുടെ വീടിന്റെ അടുത്തുള്ള തന്നെ കേട്ടോ. നമ്മുടെ ഒരുമിച്ച് വന്നാണ് ദീപയുടെ ഹസ്ബൻഡ്. ദീപയുടെ മോൾക്കും വൈകുന്നേരത്തെ ഡാൻസ് ഉണ്ട്. അപ്പൊ ദീപ അവിടെ മേക്കപ്പ് ചെയ്യാൻ നിന്നുല്ലേ. ഞാൻ പിന്നെ വേഗം ഇങ്ങോട്ട് പോന്നു. ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിന്നിട്ട് അങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ടീം, ശിവപാർവതി തിരുവാതിരക്കളി സംഘം വിയ്യൂര്. ഞങ്ങൾക്ക് സ്റ്റെപ്സ് ഒക്കെ പഠിപ്പിച്ചു തരുന്നത് സിന്ധേച്ചിയും ഗീതേച്ചിയും രാജേച്ചിയും കൂടിയിട്ടാണ് കേട്ടോ. പക്ഷേ ഗീതേച്ചിക്ക് പെട്ടെന്ന് വീട്ടിലൊരു ഹോസ്പിറ്റൽ കേസ് കാരണം കൊണ്ട് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ 12 പേരാണ് കളിക്കുന്നത്. അതിലിപ്പോൾ ഗീതേച്ചിക്ക് വരാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞങ്ങൾ 11 പേരായിട്ടാണ് കേട്ടോ തിരുവാതിര കളിച്ചത്. ഇത് കുച്ചിപ്പുടിയാണ് കേട്ടോ. ഇടതുവശത്ത് കളിക്കുന്നത് എൻ്റെ കൂടെ തിരുവാതിര കളിക്കുന്ന ദീപയുടെ മോളും, വലതുവശത്ത് കളിക്കുന്നത് എൻ്റെ കൂടെ തിരുവാതിര കളിക്കുന്ന ബീനേച്ചിയുടെ മോളുമാണ്. അവൾ കലാമണ്ഡലത്തിലാണ് കേട്ടോ പഠിക്കുന്നത്. രണ്ടുപേരും അടിപൊളി ഡാൻസേഴ്സാണ് കേട്ടോ. ഇത് വിയ്യൂര് തന്നെയുള്ള NSS തിരുവാതിരക്കളി സംഘം ആണ് കേട്ടോ. ഇത് NSS തിരുവാതിരക്കളി സംഘത്തിലെ രത്ന ചേച്ചിയുടെ മോനാണ് കേട്ടോ. നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. അതേപോലെ നന്നായി പഠിക്കുകയും ചെയ്യും. ഡിഗ്രിക്കാണ് പഠിക്കണത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മോനും ഒരു ദേവീസ്തുതി പാടണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. ഹലോ, എപ്പോഴാ തിരിച്ചെപ്പോഴാ? അതല്ലേ പോയിട്ട് ഞങ്ങള് നമ്മുടെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാണ്. റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ശ്രീ ഗണേഷ് പ്യൂർ വെജ് ഹോട്ടലാണ്. ഇന്നലെ ഞങ്ങൾ 3 നേരം ഇവിടെ തന്നെയാണ് കഴിച്ചിട്ടോ. നല്ല ഭക്ഷണമാണ്. നമുക്ക് മലയാളികൾക്കൊക്കെ പറ്റാവുന്ന ഭക്ഷണമാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ നിൽക്കുകയാണ്. ബസ് സ്റ്റാൻഡിൽ ഇവിടുന്ന് ബസ്സിൽ പോകണമല്ലോ, 1 മണിക്കൂറുണ്ട്. അപ്പം ഇനിയിപ്പോൾ നേരെ ബസ് സ്റ്റാൻഡിൽ പോയി ബസ് കയറി. എപ്പോഴാണ് ബസ് ഒന്നും അറിയില്ല. ട്രെയിൻ 12 മണിക്കാണ്. അപ്പോൾ നമുക്ക് കണ്ടു പോവല്ലേ. സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ബൈന്ദൂര് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത് കേട്ടോ, കർണാടകയിൽ. തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. വരാനുള്ള റെഡിയാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ക്ഷേത്ര ദർശനം, ഞങ്ങളുടെ ഡാൻസും എല്ലാം കഴിഞ്ഞു. എല്ലാം ഭംഗിയായി. അപ്പൊ തിരിച്ചു വരുമ്പോ നമുക്ക് ഭയങ്കര വിഷമം. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ നാട് പോലെ തന്നെ കാരണം നമ്മുടെ അത്രയ്ക്കും ഒരുപാട് പേര് നമുക്ക് ഭാഷ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും അവരുടെ ആ എക്സ്പ്രഷനിൽ നമ്മളോടുള്ള സ്നേഹം എത്രത്തോളം മനസ്സിലാക്കാം. ഓട്ടോ ഡ്രൈവർമാര്, അതുപോലെ ടാക്സി ഡ്രൈവർമാര്, അതുപോലെ ഹോട്ടലിലെ സ്റ്റാഫുകൾ, ഇവരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ട് അതുപോലെ ഫോട്ടോ എല്ലാവരും സെൽഫി എടുക്കാൻ ഭയങ്കര അനുഭവങ്ങളായിരുന്നു ഇവിടെ വന്നിട്ട്. പിന്നെ ഞങ്ങളുടെ ചാനല് വളർന്നിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ കേരളത്തിന് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഞങ്ങൾ പറയാനുള്ളത്, ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കർണാടക എന്നാണ്. അത് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. കർണാടക, തമിഴ്നാട്, ആന്ധ്ര, മഹാരാഷ്ട്ര അങ്ങനെയാണ് പോണത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി അവർ അത്രയ്ക്കും സപ്പോർട്ട്, ഭയങ്കര സപ്പോർട്ട് അവർക്ക്. അയ്യോ, അവരെല്ലാ വീഡിയോയും കാണും. എന്നിട്ട് ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ അവരുടെ വീഡിയോ എടുത്ത് ഇങ്ങനെ കണ്ട് ഇതാക്കി. അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷം. അപ്പൊ ഇനി ഞങ്ങള് 12:30ക്കാണ് ട്രെയിൻ. അപ്പൊ ഇവിടെ നിന്ന് കയറി രാത്രി 10 മണിയാവും തോന്നുന്നുണ്ട്. അങ്ങനെ അപ്പൊ പിള്ളേര് അവിടെ വെയിറ്റിംഗ് ആണ്. അവർക്കും ബോറടിച്ചു തുടങ്ങി. അതന്നെ. അപ്പൊ നമുക്ക് തിരിച്ചു വരികയാണ് ഞങ്ങൾ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.